ഞാനിവിടെ ഒരു ബുക്ക് സമ്മറി അല്ല, ഒരു ബുക്കിൻ്റെ ഇൻട്രോ ആണ് പറയാൻ പോണത്. ഒരു മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ വന്ന ബുക്കാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വായിച്ചു നോക്കാം. റോബിൻ ശർമ്മയാണ് ഈ ബുക്ക് ചെയ്തിരിക്കുന്നത്. റോബിൻ ശർമ്മ ഒരു കാനേഡിയൻ റൈറ്ററാണ്, മാത്രമല്ല ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർ ആയിട്ടാണ് ഈ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബുക്കിൻ്റെ പേര് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി, ഫെറാറി വിറ്റ സന്യാസി. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, മലയാളം കോപ്പീസൊക്കെ അവൈലബിൾ ആണ്. ഈ സ്റ്റോറിയിലെ പ്രൊട്ടാഗനിസ്റ്റ്, അതായത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജൂലിയൻ മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോയറാണ്. റോബിൻ ശർമ്മയെ പോലെ തന്നെ ജൂലിയൻ മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഒരു ലോയറായിരുന്നു. അദ്ദേഹം ഭയങ്കര ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് വരുന്ന ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ ഈ കഥ കാണാൻ പോകുന്നത്. ജോൺ ഒരു ഇന്ത്യൻ ആയിട്ട് വരുന്നത് മുതൽ അറിയാൻ ജൂലിയൻ അന്ന് അവിടുത്തെ ഭയങ്കര സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം വലിയ വലിയ കേസസ് ആണ് അന്ന് മുതലേ വാദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുമ്പോൾ മുതൽ തന്നെ അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ വലിയ കേസസ് കിട്ടി തുടങ്ങി. ഇതുവരെ വാദിച്ച ഒരു കേസും തോൽക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പതിയെ പതിയെ ആൾ ഭയങ്കര റിച്ചായി, കല്യാണം കഴിച്ചു, ഒരു വലിയ മാൻഷൻ മേടിച്ചു, ഒരു പോർഷ് ഏരിയയിൽ തന്നെ ഒരു വലിയ മാൻഷൻ മേടിക്കാൻ പറ്റി, സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് മേടിച്ചു, 7 ഡിജിറ്റ് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി. അവസാനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വലിയ ഡ്രീമായിട്ടുള്ള ഒരു റെഡ് കളർ ഫെറാറിയും മേടിച്ചു. പക്ഷേ ആൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആൾ പിന്നീട് അങ്ങോട്ട് ഭയങ്കര വർക്കഹോളിക് ആവുമായിരുന്നു. 18 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ക്യാരക്ടർ കാരണം പതിയെ പതിയെ അയാൾ ഭയങ്കര സ്ട്രെസ്ഡായി, ഭയങ്കര ഏജ്ഡായി. അങ്ങനെ പതുക്കെ ആളുടെ വൈഫ് ആളിട്ടിട്ട് പോയി. ഫാമിലി ആയിട്ടൊക്കെ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാതെയായി. ഫുൾ ടൈം വർക്ക് അങ്ങനെയായിരുന്നു. ആളൊന്ന് ചിരിച്ചിട്ട് തന്നെ ഒരുപാട് നാളായിരുന്നു. ആക്ച്വലി ആൾക്ക് ഒരു 50 വയസ്സുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 80 വയസ്സുകാരൻ്റെ ചർമ്മം നരയൊക്കെ ബാധിച്ച് ആകെ ചുളിവൊക്കെ വന്ന് സ്കിന്നിലൊക്കെ ആ അവസ്ഥയിലാണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു ഇമ്പോർട്ടൻ്റ് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ആൾ നിലത്ത് വീണു. കുറച്ച് നാളെടുത്തു ആളൊന്ന് റിക്കവറായി വരാൻ. ആൾക്ക് കോൺഷ്യസ്നെസ് വന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, നിങ്ങൾ അത് കുറയ്ക്കണം, നിങ്ങൾ പതുക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നൊന്ന് ലീവ് എടുത്ത് നിൽക്ക്, വേറെ എവിടെയെങ്കിലും ടൂറോ ട്രിപ്പോ പോവാം, അങ്ങനെ എന്തെങ്കിലും റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞു. അയാൾ കുറച്ച് ദിവസം ഇരുന്ന് ചിന്തിച്ചു. കുറച്ചധികം നാളെടുത്തു അയാൾക്ക് അതൊന്ന് റെഡിയായി വരാൻ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ കമ്പനിയുടെ ഐഡിയിലേക്ക് ഒരു മെയിൽ വരാണ്. ജൂലിയൻ്റെ മെയിലാണ്, ഞാൻ റിസൈൻ ചെയ്യണം. അത് ജോണിന് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഇത്രയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആളെന്തിന് റിസൈൻ ചെയ്യണം? ആൾക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചാൾ വരാതിരിക്കാം, ആൾക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട്, അത്രയും സീനിയർ മോസ്റ്റ് ലോയറാണ്. അപ്പം പക്ഷേ ഞാൻ റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞ് പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് അയാളുടെ വീട്, പ്രൈവറ്റ് ജെറ്റ്, ഈവൻ അത്ര ആഗ്രഹിച്ച് മേടിച്ച ഫെറാറി പോലും വിറ്റിട്ട് അയാൾ എവിടേക്കോ പോയി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ജോണിനെ അറിയില്ല ജൂലിയൻ എവിടെയാണ്. അങ്ങനെ ഈ 3 വർഷത്തിനുള്ളിൽ ജോൺ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോയറായിട്ട് മാറിയിരുന്നു. ജൂലിയൻ ആയിരുന്നു ജോണിൻ്റെ മെൻറ്റർ. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തോളം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കരിയറിൽ അപ്ലൈ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജൂലിയൻ്റെ ഒരു പാത്തിലൂടെ തന്നെയായിരുന്നു ജോണും പോയിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമയം വർക്ക് ചെയ്യാം, ഫാമിലി ടൈമൊക്കെ കുറവായിരിക്കും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ജോണിൻ്റെ സെക്രട്ടറി വന്നിട്ട് പറയും, നിങ്ങളെ കാണാൻ ആരോ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോൺ പറയും, ഇല്ല എനിക്ക് ടൈമില്ല, പിന്നെ വരാൻ പറയും. അപ്പോൾ അയാൾ വീണ്ടും വന്നിട്ട് പറയും, അയാൾക്ക് എന്താ അത്യാവശ്യമാണ്, കാണണം എന്നാണ് പറയുന്നത്. ഇല്ല എനിക്കിപ്പോൾ പറ്റില്ല, എനിക്ക് ഒട്ടും ടൈമില്ല. അപ്പം വീണ്ടും അയാൾ വന്ന് പറയുമ്പോൾ ജോൺ പറയാം, എന്നാൽ ശരി കയറ്റി വിട്. അപ്പോൾ അയാളെ കാണുമ്പോൾ തന്നെ ജോണിന് മനസ്സിലാവും ഇതേതോ വലിയ ഫേമിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, എന്നെ ഹയർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. കാരണം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഭയങ്കര സ്മൈലിംഗ് ഫേസ് ആയിട്ട് ഒരു വ്യക്തി. അപ്പോൾ ആ സൈലൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ജോണിനോട് പറയണം, ഇങ്ങനെയാണോ നീ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ഒന്നും പഠിപ്പിച്ചു തരില്ലായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോഴാണ് പെട്ടെന്ന് ജോണിന് മനസ്സിലാവുന്നത് ഇത് ജൂലിയനാണ്. 80 വയസ്സോളം പ്രായം തോന്നിക്കുന്ന സ്റ്റബോൺ ഫേസ് ആയിട്ട്, മുഖത്ത് നിറച്ച് ചുളിവുകളും നരച്ച മുടിയുമൊക്കെ ആയിട്ട് നിന്നിരുന്ന ആളാണ് ഇപ്പം ഭയങ്കര യങ്, ഹാൻസം, ഹാപ്പി ആയിട്ട് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ജോൺ ആകെ ഞെട്ടി, ഇതെന്താ സംഭവം? അപ്പോൾ ജോൺ ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്ത് ഇത് ആകെ ആൾ മാറിപ്പോലെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയത്? ഇന്ത്യയിൽ ഹിമാലയയിലാണ് പോയത്. ഹിമാലയയിൽ കുറച്ച് സന്യാസിമാരെ കാണാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഹാപ്പിനെസ്സിൻ്റെ രഹസ്യം അറിയണം, അതുപോലെ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയണം. കുറച്ച് നാളത്തെ തെരച്ചിലിനൊടുവിൽ ആ കൂട്ടം സന്യാസിമാരെ ഞാൻ കണ്ടെത്തി. അവർ ഹിമാലയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിത രീതി എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കഴിച്ചിരുന്നത്. അവർക്ക് ഭയങ്കര അറിവായിരുന്നു. അതുപോലെ 100 വയസ്സ് അധികം പ്രായമുള്ള സന്യാസിമാരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ കണ്ടാൽ 30 വയസ്സ് 40 വയസ്സ് മാത്രം തോന്നുന്ന ആളുകളായിരുന്നു എല്ലാവരും. ഒരാളോട് ജൂലിയൻ ചോദിച്ചു, എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരും, എന്താണ് സംഭവം, എനിക്കും ഇതുപോലെ ആവണം. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞുതരാം, പക്ഷേ എനിക്ക് നീ വാക്ക് തരണം, ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഇത് നിൻ്റെ അവിടെയുള്ള ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ ജൂലിയൻ പറയാൻ ശരി ഞാൻ പറഞ്ഞു കൊടുക്കാം, എനിക്ക് എന്തായാലും ഈ സംഭവം അറിയണം. പിന്നീട് സന്യാസി ജൂലിയന് പതുക്കെ ഒരു 7 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ 7 കാര്യങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് 3 വർഷം കൊണ്ട് ജൂലിയന് ഇത്രയും വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയത്. ആ 7 കാര്യങ്ങൾ അഥവാ 7 സ്റ്റെപ്സ് അല്ലെങ്കിൽ 7 വെർച്യൂസ് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ ബുക്ക് വായിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇത് ചുമ്മാ പറ്റിക്കലാണ്. കാരണം ഈ മോട്ടിവേഷനൊക്കെ നമ്മൾ എത്ര നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ഇൻസ്റ്റാഗ്രാം വാട്സാപ്പൊക്കെ തുറന്നപ്പോൾ ഫുള്ള് മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 80 വയസ്സിൽ തോന്നിക്കുന്ന ഒരാൾ പെട്ടെന്ന് 30 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിട്ട് മാറി, അത് 3 കൊല്ലത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ പറഞ്ഞ 7 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ആവാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതൊക്കെ ചുമ്മാ തട്ടിപ്പ് തന്നെ എന്ന് തോന്നും, ഇതൊന്നും വായിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നും. ഇതുപോലൊരു സന്ദർഭം നമ്മുടെ കഥയിൽ ഉണ്ടാകുന്നുണ്ട്. ജോൺ അതിൽ ജൂലിയൻ പറയുന്ന ഒന്നും വിശ്വസിക്കുന്നില്ല. ജോൺ പറയുന്നത് ഇത് എന്തോ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ്, എന്തോ മരുന്ന് കഴിച്ചാണ്, എന്തോ മന്ത്രവാദമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ ജൂലിയൻ പറയുന്നുണ്ടല്ലേ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തതാണ്. അപ്പോൾ ജോണിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞിട്ടും ജോൺ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് ജൂലിയൻ അവിടെ നിന്നൊരു കോഫി മഗ് ശ്രദ്ധിക്കണത്. അപ്പോൾ ജൂലിയൻ അല്ലെങ്കിൽ ഒരു പണിയാം അമ്മേ അപ്പോൾ ജൂലിയൻ ആ കോഫി മഗ് എടുത്ത് ജോണിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അതിലോട്ട് പതുക്കെ കോഫി ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് പതുക്കെ നിറഞ്ഞ് ഫുള്ളാവും. ജൂലിയൻ വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കും, അത് പതിയെ സോസറിലോട്ട് വീഴും. അപ്പോൾ ജോൺ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്, ഇയാൾ എന്തായി കാണിക്കുന്നത്, ഇത് ഓൾറെഡി നിറഞ്ഞല്ലോ. അപ്പോൾ ജൂലിയൻ എന്നിട്ടും ഈ ഒഴിക്കൽ നിർത്തുന്നില്ല, വീണ്ടും ഇങ്ങനെ കോഫി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പതുക്കെ സോസറിൽ നിന്ന് നിറഞ്ഞ് തൻ്റെ ഇഷ്ടപ്പെട്ട ടേബിളിലോട്ട് വീഴും. അപ്പോൾ ജോൺ പറയും നിർത്ത്, എന്താണ് ഈ കാണിക്കണേ, നിങ്ങൾ എന്തോരം ഒഴിച്ചിട്ടും കാര്യമില്ല, ഇനി അതിൽ നിന്നൊരു തുള്ളി പോലും ഈ കപ്പിൽ കൊള്ളൂല, കാരണം ഈ കപ്പ് ഓൾറെഡി ഫുള്ളാണ്. അപ്പോൾ ജൂലിയൻ പറയും ഈ കപ്പ് പോലെയാണ് നീ, നിൻ്റെ മൈൻഡ് ഓൾറെഡി ഫുള്ളാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലോട്ട് കയറുന്നത്. ജോണിന് അതിൽ നിന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ ജോൺ അയാളുടെ പ്രജുഡീസും ഈഗോയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കപ്പ് എംപ്റ്റി ആക്കിയിട്ട് ജൂലിയനെ കേട്ടു. അതുകൊണ്ട് ജോണിന് കാര്യം മനസ്സിലായി. നിങ്ങളും അതുപോലെ ഈ കപ്പ് എംപ്റ്റി ആക്കി ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപകാരപ്പെടും.